നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് എന്റെ ശമ്പളത്തിൽ നിന്നല്ല, അമ്മയുടെ മോളുടെ സമ്പാദ്യം തന്നെ. എന്ത് നോക്കിയിരിക്കുന്നേ? നിങ്ങളുടെ ഊഴവാ. ഇച്ചിരി സൈഡ് വരിക കൊടുക്കണോ? ഇത് ഭാവി എന്റെ കളക്ടറുടെ വക സമ്മാനം. ഒന്ന് പോ വിഷ്ണുട്ടാ. വിഷ്ണുമോൻ വെറുതെ പറഞ്ഞല്ല. ഈ വർഷം മോളുടെ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവുണ്ടാവുന്നു തന്നെയാ അമ്മയുടെ മനസ്സ് പറയുന്നത്. ആ, ഇനി എല്ലാരും ഒന്ന് മാറി നിന്നേ. അമ്മയ്ക്ക് എന്റെ വക കൈനീട്ടം ഞാൻ കൊടുക്കട്ടെ. എടി കുറുമ്പത്തി, നിന്റെ വകയോ? ആ ഇതാ. അമ്മ എന്താ കരുതിയത്? വലിയച്ചയും കുഞ്ഞേച്ചയൊക്കെ പോയതിനു ശേഷം ശാരദമ്മയുടെ ബാങ്കിൽ നിക്ഷേപമൊന്നും നടക്കുന്നില്ലെന്നാണോ? ഓ, എന്തായാലും അമ്മയ്ക്ക് സന്തോഷായി മക്കളെ. ഇതിലും വലിയൊരു കണിയും കൈനീട്ടവും എവിടുന്ന് കിട്ടാനാ ശാരദയ്ക്ക്? പിന്നെ ഈ ശ്യാമേ ഒറ്റയ്ക്കായി പോയോന്നൊരു കുഞ്ഞു വിഷമുണ്ടെന്ന് തോന്നുന്നു. അത് നമുക്കേ അടുത്ത വിഷയം വിളിക്കും, നമുക്ക് അതിന് പരിഹാരം കണ്ടെത്താം. അല്ലേ രാജീവ് സാറേ? ആ, ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നടക്കും. കോളേജിൽ നല്ല പയ്യന്മാരൊക്കെ ഉണ്ട്. നല്ല ലെക്ചേഴ്സും ഉണ്ട്. എന്നിട്ടും എന്റെ വലിയച്ചയ്ക്ക് സാറിന് മാത്രമാണല്ലോ കിട്ടിയത്. കാന്താരി, നീയാള് കൊള്ളാലോ. മൂത്തവരോടും മാഷുമാരോടും തറുതല പറയാ. തമാശയല്ലേ അമ്മേ? രാജീവ് സാർ ഇപ്പൊ അവളുടെ അധ്യാപകൻ മാത്രമല്ലല്ലോ, ഏട്ടൻ കൂടിയല്ലേ. അമ്മ വന്നേ, നമുക്ക് ഈ വേഷമൊക്കെ മാറാം. വാ വാ വാ. അല്ല, അപ്പൊ ഇവരൊക്കെ? ശാരദാമ്മ പേടിക്കണ്ട. ഇവിടെ നിന്ന് കുടുംബശ്രീയിലെ വിഷു സ്പെഷ്യൽ അടക്കമുള്ള വിഭവങ്ങൾ കൂട്ടി വിശദമായിട്ട് ഉണ്ട് കഴിഞ്ഞ് മാത്രമേ ഞങ്ങൾ വിരിയുന്നുള്ളൂ. വാ അമ്മേ. വാടി. ഞാനിപ്പോ വരാവേ. നല്ല കോളേജൊക്കെമാരുണ്ട്, വെറുതെ പറഞ്ഞല്ലേ. ആഹാ, ശാന്തിച്ചിയും രാജീച്ചിയോ? വാ. അല്ല, നല്ല സന്തോഷത്തിലാണല്ലോ മോള്. എന്താ കാര്യം? അതൊക്കെയുണ്ട്, നിങ്ങൾ വാ. പറയാതെ തന്നെ ഞങ്ങൾക്കറിയാം. കാറ് കണ്ടപ്പോഴേ കാര്യം മനസ്സിലായി. ശാരിമോളും ശാലിനിമോളും വന്നിട്ടുണ്ട്, അതല്ലേ കാര്യം? പിന്നല്ലാതെ, വിഷു അല്ലേ? വാ. ഇതെവിടെ? അനക്കൊന്നുമില്ലല്ലോ. നീ എന്തായി? കഴിഞ്ഞില്ലേ? ഇപ്പൊ കഴിയും. ഇതും കാര്യമാണോ അമ്മേ? അതെ, ഞാൻ അവിടെ ഒന്ന് നോക്കിട്ട് വരാം. ഇവിടെ എന്തായി? ഓ, ചെയ്യാം. ഇവിടെ ഓക്കെ അല്ലേ? ഞാൻ അവിടെ എല്ലായിടത്തും എന്റെ കണ്ണു വേണല്ലോ. അയ്യോ, ഇയാള് വീണ്ടും മസാല ദോശ ഉണ്ടാക്കുക. തമാശ പറയാൻ നിൽക്കണ്ട, ഇതൊന്ന് റെഡി ആയിക്കോട്ടെ. എന്താ കോൺസെൻട്രേഷൻ കൂട്ടാനുള്ള പരീക്ഷണം വല്ലത് വേണോ? എന്റെ പൊന്നെ വേണ്ട, ഞാൻ അങ്ങോട്ട് പൊക്കോളാം. ഉറപ്പാ? എന്നാ പോ. അവിടെ കഷ്ണം മുറുക്കി കൂടെ. ഇവിടെ എന്താ ഇതിങ്ങനെയല്ല, റൗണ്ട് ഷേപ്പ് വേണം. അല്ല, ഇവിടുത്തെ നാളികേരം കൊണ്ടുപോയാ? അല്ല, ഇത് കൊള്ളാം. എന്റെ ഭാര്യയുടെ നാവ് പോലെ നല്ല മൂർച്ച. എന്റെ അമ്മേ.
നോക്ക്, താനിൽ എനിക്ക് അടുക്കള ജോലിയൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞേ. കണ്ടാ? എന്താ സാറേ ഇത്? ചകചകാന്നായിട്ടില്ലേ? കണ്ടോ അമ്മ ഇത്? എന്താടി? സാമ്പാറിനിടാനുള്ള മുരിങ്ങക്കോല അരിഞ്ഞു വെച്ചിരിക്കുന്ന കണ്ടില്ലേ? വെണ്ടയ്ക്ക് അരിയുന്നത് പോലെ. സാരമില്ല മോളെ, സാറിന് അറിയാഞ്ഞിട്ടല്ലേ. മുരിങ്ങതേ വേറെ ഇരിപ്പുണ്ടല്ലോ, മോൾ അതെടുത്ത് മുറിച്ചു വെക്കേ. അമ്മേ അല്ല ഈ ആ അതാ വരുന്നു. ഇങ്ങനല്ലേ ജഗജകാന്ന് അറിയുന്നേ? അതെ, ഇനി ഞാൻ ചെയ്തോളാം. താങ്ങോട്ട് ഞാൻ തന്നെ ചെയ്താ മതിയായിരുന്നു. അല്ല ഞാൻ അറിയാന്ന്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതൊന്നും അറിയില്ലല്ലേ. അപ്പൊ സാമ്പാറിലിടാനുള്ള പച്ചക്കറിക്കെല്ലാം ഒരേ വലിപ്പമല്ലേ? ഈ തക്കാളി ഇത് കത്തി അറിയാൻ വേണ്ടിട്ടേ. ഈ രാജീവ് സാർ എന്താ കാണിക്കുന്നേ? അല്ല ഇതിപ്പോ സാമ്പാറിലുള്ളത്. അളിയാ, അതെ സാറേ, അതവിടെ വച്ചേക്ക് സാറേ. സൂക്ഷിച്ചു നോക്കിയാ കടലും കരയും കാണാനേ അത് ഗ്ലോബ് അല്ല, തക്കാളിയാ. ഓ ഓ, ഓ. തമാശ. അരി അരി അവിടെ കത്തിരിപ്പുണ്ട്, പോയി അരി. ആ അതെ, ഞാൻ ഈ ഇലയ്ക്ക് ഒന്ന് കഴിയിട്ട്. ആ ശരി. അത് വേണ്ട, അതുകൊണ്ട് വെച്ചാൽ പടവലം വേണ്ട. ഓക്കെ, കത്തിയും കിടത്ത ഞാൻ അരി. വേണ്ട വേണ്ട. ഞാൻ ഈ ഇല ഒന്ന് കഴിയിട്ട് വരാം. ഏതാ? കഴിയിട്ട് വരാന്ന്. വിഷ്ണു, ആ രണ്ടാളും മുങ്ങി. അത് സാരമില്ല മക്കളെ, നമുക്ക് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.